സർ, ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര ദിവസം കഴിഞ്ഞാണ്? പലവർക്കും അറിയാത്ത ഒരു കാര്യമാണ്. കാര്യം എല്ലാവരും ഒരു പോളിസി മേടിച്ച് അല്ലെങ്കിൽ പോളിസി നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഈ വെയിറ്റിംഗ് പീരീഡിനെ പറ്റി അറിയാത്ത കുറേ പേരുണ്ട്. പലവർക്കും ഇത് അറിയാവുന്നവരുണ്ട്. പോളിസി ഉള്ളവർക്കൊക്കെ ഏറെക്കുറെ അറിയായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഞാൻ കണ്ടുവരുന്ന പോളിസി എടുത്തവർക്ക് പോലും ഇതിനെപ്പറ്റി ശരിക്കും അറിയാവുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. നമ്മളൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 30 ദിവസം നമുക്ക് 3 വെയിറ്റിംഗ് പീരീഡാണ് വരുന്നത്. ഫസ്റ്റ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ആദ്യത്തെ 30 ദിവസത്തേക്ക് നമുക്ക് ഒന്നിനും കിട്ടത്തില്ല. ഒരു അസുഖത്തിനും തന്നെ നമുക്ക് ആദ്യത്തെ 30 ദിവസത്തേക്ക് കിട്ടത്തില്ല, അപ്പാർട്ട് ഫ്രം ആക്സിഡൻറ്റ് ആണെങ്കിൽ ഡേ 1 തൊട്ട് കവേർഡാണ്. ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ റോഡ് ആക്സിഡൻറ്റ് മാത്രമാണെന്നില്ല. നമുക്കൊരു പാമ്പ് കൊത്തിയാൽ ആക്സിഡൻ്റാണ്, പട്ടി കടിച്ചാൽ ആക്സിഡൻ്റാണ്, പൊള്ളിയാൽ ആക്സിഡൻ്റാണ്, ഒന്ന് മരത്തേന്ന് വീണാൽ ആക്സിഡൻ്റാണ്. അപ്പോൾ എനി ടൈപ്പ് ഓഫ് ആക്സിഡൻസിനെ ഡേ 1 തൊട്ട് കവർ ചെയ്യും. അല്ലാതുള്ള ഒരു ട്രീറ്റ്മെൻറ്റും നമുക്ക് ആദ്യത്തെ 30 ദിവസം കിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ ബെഡ് ആയിരുന്നുകൊണ്ട് നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. ഇപ്പോൾ ഓൺലൈൻ പോളിസികൾ നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പോളിസി ആയി കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പനി പിടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നു, ഉടനെ പോയി നമ്മൾ എന്താ പറയുക ക്ലെയിം കിട്ടാൻ വേണ്ടി ഓൺലൈനിൽ കയറി ഒരു ഇൻഷുറൻസ് എടുക്കുന്നു. ആ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞ് ക്ലെയിം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് IRDA എന്ന് പറയുന്ന ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനം എല്ലാ കമ്പനികൾക്കും കൊടുത്തേക്കുന്ന നിർദ്ദേശമാണ് 30 ദിവസത്തേക്ക് ആദ്യത്തെ 30 ദിവസത്തേക്ക് ഒന്നിനും തന്നെ കവർ ചെയ്യത്തില്ല. രണ്ടാമത്തെ ഒരു വെയിറ്റിംഗ് പീരീഡാണ് 2 ഇയർ വെയിറ്റിംഗ് പീരീഡ് അഥവാ 24 മാസമുള്ള വെയിറ്റിംഗ് പീരീഡ്. ഈ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് സ്ലോ ഗ്രോയിങ് ഡിസീസിനെയാണ് ഈ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. സ്ലോ ഗ്രോയിങ് ഡിസീസ്, ആ ഒരു ഡിസീസ് കാരണം ഒരിക്കലും മരണം സംഭവിക്കുകയില്ല. അതായത് ഉദാഹരണം പറഞ്ഞാൽ ഒരു 10-15 അസുഖങ്ങളുണ്ട്. ഈ അസുഖങ്ങൾക്ക് ഒരു കമ്പനിയും ഇന്ത്യയിൽ ആദ്യത്തെ 2 വർഷത്തെ കൊടുക്കില്ല. ഉദാഹരണം കാറ്ററാക്ട്, ഫിസില്ല, പൈൽസ്, സിസ്റ്റ്, ENT റിലേറ്റഡ്, വേരിക്കോസ് വെയിന്, അല്ലെങ്കിൽ ട്യൂമേഴ്സ്, വെയിൻ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കുറച്ച് അസുഖങ്ങൾക്ക് ഒരു 10-14-15 അസുഖങ്ങളുണ്ട്. ഈ അസുഖങ്ങൾക്ക് ആദ്യത്തെ 2 വർഷം ഒരു കമ്പനിയും ക്ലെയിം കൊടുക്കുകയില്ല. അപ്പോൾ ചിലവർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ 2 വർഷം കഴിഞ്ഞിട്ട് എല്ലാ ക്ലെയിമും കിട്ടും. അങ്ങനെയല്ല, ആദ്യത്തെ 30 ദിവസത്തേക്ക് ഒരു ക്ലെയിമും കിട്ടത്തില്ല. അത് ഞാൻ പറഞ്ഞു തീർന്നു. രണ്ടാമത് ഈ പറയുന്ന അസുഖങ്ങൾക്ക് മാത്രം, കാര്യം ഈ അസുഖങ്ങൾ ഉള്ളതുകൊണ്ട് ഒരിക്കലും മരണം സംഭവിക്കുകയില്ല. ഇപ്പോൾ ഒരാൾക്കൊരു വേരിക്കോസ് വെയിൻ ഉണ്ട്. വേരിക്കോസ് വെയിൻ ഉള്ളത് കാരണം ഒരിക്കലും പോയി ഒരു മരണത്തിലോട്ട് കലാശിക്കുന്ന ഒരു അസുഖം അല്ലാതെ. രണ്ടാമത്തെ കാര്യം, ഒരു വേരിക്കോസ് വെയിൻ ഉള്ള ഒരാൾക്ക് ഞങ്ങൾ ക്ലെയിം തരാം, പക്ഷേ അത് 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കണം. അതായത് പല കസ്റ്റമേഴ്സുണ്ട്, ഞങ്ങൾക്ക് വേരിക്കോസ് വെയിൻ ഞങ്ങൾക്ക് ഉണ്ട്, അല്ലെ കാറ്ററാക്റ്റ് ഉണ്ട്, അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞങ്ങൾ ഓടി വന്നൊരു പോളിസി എടുക്കുന്നു, പിറ്റേ ദിവസം പോയി ഞങ്ങൾ സർജറി ചെയ്യട്ടെ എന്നുള്ള ചോദ്യമാണ് സാധാരണ ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ അത് സമ്മതിക്കത്തില്ല. ഇപ്പോൾ 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഈ പറയുന്ന അസുഖങ്ങൾക്ക്, ഈ പറയുന്ന അസുഖങ്ങളല്ലാതെ വേറെ എന്ത് അസുഖം വന്നാലും നമുക്ക് 31st ഡേ തൊട്ട് കവേർഡ് ആവും. മൂന്നാമത് വരുന്ന വെയിറ്റിംഗ് പീരീഡാണ് 2 to 3 ഇയേഴ്സ് വെയിറ്റിംഗ് പീരീഡ്. PED എന്ന് പറയും, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്. അപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്, അതായത് നമുക്ക് നിലവിലുള്ള അസുഖങ്ങൾക്ക് നമുക്ക് 2 മുതൽ 3 വർഷം വരെ വെയിറ്റ് ചെയ്യാൻ പല കമ്പനികളും പറയുന്നുണ്ട്. അത് ഈ പറയുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ BP എന്ന് വിചാരിക്കുക. BP ഉള്ള ആൾക്ക് പോളിസി എടുക്കുന്നതിന് കുഴപ്പമില്ല, കമ്പനികൾ പോളിസി തരും. പക്ഷേ ആ BP മുഖാന്തരം ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഈ പറയുന്ന 2 അല്ലെങ്കിൽ 3 കൊല്ലം വരെ നമുക്ക് കിട്ടത്തില്ല. BP മുഖാന്തരമല്ലാത്ത ഏത് അസുഖത്തിനും നമുക്ക് ഈ പറയുന്ന 31st ഡേ തൊട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ കമ്പനികളെല്ലാം പുതിയ പോളിസികളായിട്ട് വരുന്നുണ്ട്. അതായത് 30 ദിവസത്തെ 3 വർഷം വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങൾ വെറും 30 ദിവസം അതിനും വെയിറ്റ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ABCD എന്ന് പറയാം. A for asthma, B for BP, C for cholesterol, D for diabetes. അപ്പോൾ ഈ ABCD അസുഖങ്ങളും പിന്നെ ഒബീസിറ്റി, വണ്ണം കൂടുതലുള്ളവർക്ക്, അല്ലെങ്കിൽ എന്താ പറയുക ആൻജിയോപ്ലാസ്റ്റി ചെയ്തവർക്ക്, ഇവർക്കെല്ലാം പോളിസി കൊടുക്കുന്ന ഒരു 30 ഡേയ്സിൻ്റെ വെയിറ്റിംഗ് പീരീഡിൽ പോളിസി കൊടുക്കുന്ന കമ്പനികളും ഇന്ന് നിലവിലുണ്ട്. പിന്നെ ഹൈപ്പോതൈറോയിഡിസം, ഇപ്പം തൈറോയിഡിസം ഉള്ളവർക്ക് പലർക്കും പോളിസി കൊടുക്കത്തില്ല, പക്ഷേ ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്കും പോളിസി കൊടുക്കാനായിട്ട് ഇന്ന് കമ്പനികളുണ്ട്. അപ്പോൾ ഈ 3 വെയിറ്റിംഗ് പീരീഡ് നിർബന്ധമായിട്ട് അറിഞ്ഞു വെക്കണം. ഒന്ന് ഈ 30 ഡേയ്സ് വെയിറ്റിംഗ് പീരീഡ്, രണ്ടാമത് 2 വർഷത്തെ ഉള്ള വെയിറ്റിംഗ് പീരീഡ്, ആൻഡ് തേർഡ് ഈസ് ഈ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിനുള്ള 2 to 3 ഇയർ വെയിറ്റിംഗ് പീരീഡ്. അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. 30 ഡേയ്സിലോട്ട് റെഡ്യൂസ് ചെയ്യുന്ന പോളിസിയിൽ ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ടും ഈ വെയിറ്റിംഗ് പീരീഡ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം.